സംസ്ഥാന ഗവർണറുടെ ഒരു നിലപാടിനെതിരായിട്ടെല്ലാം സംസാരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാനാണ് ഞാൻ സാധാരണയിൽ ഇഷ്ടപ്പെടുക. പക്ഷെ ഇവിടെ സുപ്രീം കോടതി കുറെ കാലത്തിന് ശേഷം വളരെ പ്രതീക്ഷയുണ്ടാക്കുന്ന ഒരു നിരീക്ഷണവും വിധിയുമാണ് പ്രഖ്യാപിച്ചത്. ഗവർണർമാർ സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന നിയമങ്ങളെ അനന്തമായി വെച്ച് താമസിപ്പിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥയ്ക്കൊട്ടും യോജിച്ചതല്ല എന്നുള്ള സുപ്രീം കോടതിയുടെ വിധി, അതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ തക്ക തിരിച്ചറിവ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാവുകയാണ് വേണ്ടത്. എന്നാൽ കേരള ഗവർണറുടെ ഇപ്പോൾ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ സകലർക്കും ബാധകമാണ്. സുപ്രീം കോടതിയുടെ ഏതെങ്കിലും വിധിക്കെതിരായിട്ട് പാർലമെന്റ് ഒരു നിയമം നിർമ്മിക്കുകയാണെങ്കിൽ ശരി. പക്ഷേ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി ഭരണഘടനയുടെ അന്തസ്സത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിധിയാണ്. അപ്പോൾ അത് അംഗീകരിക്കാൻ കേരള ഗവർണർ സന്നദ്ധനാകേണ്ടിയിരുന്നു. അദ്ദേഹം സുപ്രീം കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് ഇത്തരത്തിൽ പറഞ്ഞത് ഒട്ടും അഭികാമ്യമല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. സെപ്പറേഷൻ ഓഫ് പവറിനെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് സുപ്രീം കോടതിയുടെ ചുമതലകളിലൊന്ന് ഭരണഘടനയെ വ്യാഖ്യാനിക്കലാണ്. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അവകാശമുള്ള ഒരു അധികാര സ്ഥാനമാണ് സുപ്രീം കോടതി. പിന്നെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയ്ക്ക് നിരക്കുന്നതല്ലാത്ത നിയമമുണ്ടായാൽ അത് ചൂണ്ടിക്കാണിച്ച് ആ നിയമങ്ങൾ അസാധുവാണെന്ന് പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്കാണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം സമൂഹം പൊതുവിൽ അംഗീകരിച്ച ഒരു വിധിയാണ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭ പാസാക്കുന്ന നിയമത്തെ അനന്തമായി വെച്ച് താമസിപ്പിക്കുകയാണ് ഗവർണർമാർ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ കഴിയും. പാർട്ടി പറഞ്ഞിട്ടുണ്ട്. എന്താ അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഗവർണർ അത് ചൂണ്ടിക്കാണിച്ചിട്ട് തിരിച്ചയക്കണം. ഗവർണർ തുറന്നു പറയണം സമൂഹത്തോട്, ഇതാ ഇന്ന സഭ പാസാക്കിയിട്ടുള്ള ഈ നിയമം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചു വെക്കുന്നത്. ഇപ്പം ഗവർണർമാരെല്ലാം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടെ തീരുമാനിക്കുമ്പോൾ നിയമിക്കാൻ കഴിയുന്ന ആളുകളാണ്. ഒരു പിയൂണിനെ പിരിച്ചുവിടുന്നതിനുള്ള നടപടിക്രമം പോലും ഒരു ഗവർണറെ പിരിച്ചുവിടാൻ ആവശ്യമില്ല. രണ്ടുപേര് തീരുമാനിച്ചാൽ മതി. രണ്ടിലൊരാൾ തീരുമാനിച്ചാൽ മതി, ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ. ഇതാണ് ഈ ഗവർണർമാരുടെ അധികാരം. അതല്ല നമ്മളെ കൊണ്ട് ഇങ്ങനെ തുറന്നു പറയിക്കാൻ ഗവർണർമാർ സാഹചര്യം ഉണ്ടാക്കരുത്. പക്ഷെ രാഷ്ട്രപതിയോ, പാർലമെന്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും തെരഞ്ഞെടുക്കുന്ന ആളാണ് രാഷ്ട്രപതി. രാഷ്ട്രപതി എപ്പോഴെങ്കിലും പാർലമെന്റ് പാസാക്കുന്നതെന്ന് വെച്ച് താമസിപ്പിച്ചിട്ടുണ്ടോ? ചരിത്രത്തിലായ ഒരു പോസ്റ്റ് ഓഫീസ് ബില്ലോ മറ്റോ ആണ്. അതും പാർലമെന്റ് തിരിച്ചയക്കണം. തിരിച്ചയച്ച് പാർലമെന്റ് അത് വീണ്ടും പാസാക്കിയാൽ അപ്പോൾ അത് ഒപ്പിടണം. അപ്പോൾ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിക്കില്ലാത്ത അധികാരം എങ്ങനെയാണ് ഈ ഗവർണർമാർ കാണിക്കുന്നത്? കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണ വെച്ചിട്ടാണ്.